യുദ്ധം ആരംഭിച്ചു. ഭീഷ്മ തന്റെ രഥത്തിൽ അതിവേഗം തന്നെ മുൻപോട്ട് കുതിച്ചു. മുൻപിലേക്ക് വന്ന അതിശക്തരായ യോദ്ധാക്കളെയെല്ലാം അയാൾ ഓരോന്നായി വീഴ്ത്തി. വിരാട യുദ്ധത്തിലെ പരാജയം അയാളുടെ മനസ്സിൽ നിന്നും കെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുൻപിലേക്ക് വരുന്ന യോദ്ധാക്കളെക്കാൾ മറ്റൊരു ലക്ഷ്യം അയാളിലുണ്ടായിരുന്നു. വിരാട രാജാവിന്റെ മകൻ ഉത്തരൻ. അവർ രണ്ടുപേരും മുഖാമുഖമായി. പാണ്ഡവരുടെ ശ്രദ്ധ അവിടേക്ക് നീങ്ങി. അർജുനന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. വിരാടന്റെ ശരീരം വിറയ്ക്കുവാൻ ആരംഭിച്ചു. പക്ഷേ ഭീഷ്മ ഉത്തരനെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടും നിശ്ചലമായി തന്നെ നിൽക്കുകയാണ്. ഓരോ നിമിഷം കഴിയും തോറും വിരാടന്റെ ശരീരത്തിൽ ഭയം കൂടി വന്നു. കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം ഉത്തരൻ സ്വയം ധൈര്യം സംഭരിച്ചു. ശേഷം ഭീഷ്മയ്ക്ക് നേരെ അയാൾ അമ്പെയ്യാൻ ആരംഭിച്ചു. അയാളുടെ ഭയം കൊണ്ടാണോ എന്നറിയില്ല, ഒരമ്പ് പോലും ഭീഷ്മയുടെ രഥത്തിൽ പോലും കൊള്ളുന്നുണ്ടായിരുന്നില്ല. ഭീഷ്മയ്ക്ക് പ്രത്യേകിച്ചൊരു ഭാവമാറ്റമുണ്ടായില്ല. അയാൾ പാണ്ഡവരെയും വിരാടനെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സമയത്തിനു ശേഷം ഭീഷ്മ തന്റെ ഒരു അമ്പെടുത്ത് ഉത്തരനിൽ ഭയം വർദ്ധിച്ചു. ഉത്തരൻ വളരെ വേഗത്തിൽ അമ്പെയ്യാൻ ആരംഭിച്ചു. പക്ഷേ അതിന് അധികം ആയുസ്സുണ്ടായില്ല. ഉത്തരൻ മരണമടഞ്ഞു. വിരാടന്റെ അലറിയുള്ള കരച്ചിലായിരുന്നു യുദ്ധഭൂമിയിൽ അലയടിച്ചത്. രാജാവ് എന്നതിൽ നിന്നും ഒരു പിതാവായി അയാൾ ഏന്തി ഏന്തി കരഞ്ഞു. പാണ്ഡവർക്ക് അതൊരു ഞെട്ടലായിരുന്നു. ഭീഷ്മയുടെ നോട്ടം അവരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭയം നിറച്ചു. അവരുടെ ആ ഭയം കണ്ടു നിന്ന ദുര്യോധനന് ഒരു ലഹരിയായി അത് അനുഭവപ്പെട്ടു. യുദ്ധത്തിന്റെ ആദ്യ ദിവസം ആ ഒരു ഞെട്ടലോടെ അവസാനിച്ചു. അന്ന് രാത്രി ദുര്യോധനന്റെ പ്രത്യേക സന്ദേശവും സൈന്യങ്ങളെ അറിയിച്ചു. ആദ്യ ദിവസത്തിൽ തന്നെയുള്ള ഉത്തരന്റെ മരണം അവരെ നല്ല രീതിയിൽ തന്നെ തളർത്തിയിട്ടുണ്ട്. ഈ രാത്രി മുഴുവൻ അവരാ ദുഃഖത്തിലായിരിക്കും. ഇത് മതി നമുക്ക്. ഇന്നത്തെ ഈ ആഘാതം നാളെയും അവരിലുണ്ടാകും. പിതാമഹൻ കൊളുത്തിയ ഈ തീ നമ്മൾ കെടാതെ നോക്കണം. കേട്ടു നിന്ന സൈനികർക്കെല്ലാം അത് ആവേശം പകർന്നു. എന്നാൽ പിറ്റേ ദിവസം അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും ചില വ്യത്യാസമുണ്ടായിരുന്നു. പാണ്ഡവരെ പറ്റിയുള്ള ദുര്യോധനന്റെ എല്ലാ കണക്കുകൂട്ടലുകളും ശരിയായിരുന്നു. പക്ഷേ അവരിൽ ഒരാളുടെ കാര്യം ദുര്യോധനൻ മറന്നുപോയിരുന്നു. മനസ്സ് കരിങ്കല്ലാക്കിയ ഒരാൾ. പിറ്റേ ദിവസത്തെ ഭീമന്റെ വരവ് തന്നെ കൗരവരെ പൂർണ്ണമായും ഭയപ്പെടുത്തി. സ്വർണ്ണ നിറത്തിലെ ഗദ ചുവപ്പ് നിറമാവാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആന കരിമ്പിൻ കാട്ടിൽ കയറിയ പോലുള്ള ആ കാഴ്ച എല്ലാവരെയും ഞെട്ടിച്ചു. പാണ്ഡവരിൽ ആ കാഴ്ച ഊർജം നിറച്ചു. ശേഷം അവരും പോരാടുവാൻ ആരംഭിച്ചു. പക്ഷേ അവർക്ക് പൂർണ്ണമായും അതിൽ ശ്രദ്ധ നിർത്തുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം ഭീമന്റെ ഗദയുടെ ശബ്ദം അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. 100 കണക്കിന് ആളുകളെ അയാൾ കൊന്നു. അന്നത്തെ ദിവസം കഴിയുമ്പോൾ ഭീമന്റെ അലറുന്ന മുഖമായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ. ദുര്യോധനന് അതൊരു ആഘാതമായിരുന്നു. അയാളുടെ പദ്ധതി നടക്കാത്തതിൽ അയാൾ വളരെയധികം അസ്വസ്ഥനായി. അയാൾ പിതാമഹനെ കൂടാരത്തിൽ പോയി കണ്ടു. നമ്മുടെ സൈന്യത്തിലാണ് ഏറ്റവും മികച്ച യോദ്ധാക്കളുള്ളത്. എന്തിനേറെ പറയുന്നു, അങ്ങേക്ക് ഒറ്റയ്ക്ക് തന്നെ അവരെ എല്ലാവരെയും തീർക്കാവുന്നതാണ്. എന്താണ് അങ്ങേ തടയുന്നത്? അവരുടെ മുന്നിൽ എന്നെ വിജയിപ്പിക്കില്ല എന്ന തീരുമാനമാണോ ഉള്ളിൽ? എന്നേക്കാൾ ശ്രേഷ്ഠർ അവർ തന്നെയാകാം. പക്ഷെ അങ്ങ് ഒന്ന് മനസ്സിലാക്കണം, അവരൊരുക്കിയ സാഹചര്യത്തിൽ എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും യുദ്ധം തന്നെ ചെയ്യൂ. എന്നെ പിതാമഹനെങ്കിലും മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. വേദനയോടെയായിരുന്നു ആ വാക്കുകൾ ഭീഷ്മ കേട്ടത്. പുത്ര, നിന്നെ ആരും മനസ്സിലാക്കിയതിലും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നിന്റെ നന്മയ്ക്കു കൂടി വേണ്ടിയാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും വൈകിട്ടില്ല. ഈ രക്തക്കളി നാശത്തിലേക്ക് പോകൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതിനുള്ള മറുപടി ദുര്യോധനൻ പറഞ്ഞില്ല. അയാൾ പിതാമഹന്റെ കണ്ണുകളിൽ നോക്കി. ശേഷം മൗനമായി അവിടെ നിന്നും ഇറങ്ങി. ദുര്യോധനന്റെ മൗനം ഭീഷ്മയെയും വേദനിപ്പിച്ചു. അന്ന് രാത്രി അയാൾ ഉറങ്ങിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഭീഷ്മ തന്റെ മുഴുവൻ ഊർജവും യുദ്ധഭൂമിയിൽ ഉപയോഗിച്ചു.
അയാളുടെ വില്ലിൽ നിന്നും അമ്പുകൾ മഴ പോലെ പെയ്തിറങ്ങി. പാണ്ഡവരുടെ സൈന്യത്തിന്റെ വലിയ ഒരു ഭാഗത്തെ തന്നെ ഭീഷ്മ അവസാനിപ്പിച്ചു. ഭീഷ്മയുടെ ഗർജനം പാണ്ഡവരെ പൂർണ്ണമായും ഭയപ്പെടുത്തി. യുദ്ധഭൂമിയിൽ അയാളുടെ രഥം കണ്ടാൽ പലരും പിൻവാങ്ങി, പലരും നിശ്ചലരായി. ഭയവും ബഹുമാനവും കാരണം അവരാരും തന്നെ ഭീഷ്മയുമായി നേരിട്ട് പോരാടുകയും ചെയ്തില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ തോൽവി സുനിശ്ചിതമാണെന്നവർക്ക് തോന്നി. അങ്ങനെ യുദ്ധം തുടങ്ങി 9ാമത്തെ ദിവസം അവരത് ചെയ്തു. അന്ന് രാത്രി പാണ്ഡവർ 5 പേരും ദുര്യോധനൻ അറിയാതെ ഭീഷ്മ പിതാമഹന്റെ കൂടാരത്തിലെത്തി. യുധിഷ്ഠിരൻ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു. പിതാമഹ, അങ്ങേക്ക് നേരെ പൊരുതുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അയാളുടെ ശബ്ദത്തിൽ ഒരു കുട്ടിയുടെ നിസ്സഹായതയുണ്ടായിരുന്നു. വേദനയും ആദരവും കലർന്ന വാക്കുകൾ കൂടാരത്തിൽ മുഴങ്ങി. യുദ്ധത്തിൽ വിജയം തന്നെയാണ് ലക്ഷ്യമെന്ന് അങ്ങ് പറഞ്ഞിട്ടുള്ളതല്ലേ? പക്ഷേ ഞങ്ങൾ എങ്ങനെ യുദ്ധം ജയിക്കാനാണ്? ഭീഷ്മർ അവരെ നോക്കി. പരശുരാമനെ വരെ തോൽപ്പിച്ച അങ്ങയെ ഞങ്ങൾ എങ്ങനെ തോൽപ്പിക്കാനാണ്? ഞങ്ങളിൽ ആര് തോൽപ്പിക്കാനാണ്? അങ്ങേക്ക് തന്നെ വ്യക്തമായി ഇതറിയാവുന്നതല്ലേ? അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഇത്രയും പറഞ്ഞ് യുധിഷ്ഠിരൻ ഭീഷ്മയുടെ കാലിലിരുന്നു. അയാൾ പിതാമഹന്റെ മുന്നിൽ ഒരു രാജാവിനേക്കാളേറെ മകനായിരുന്നു. ഭീഷ്മയുടെ കാലുകൾ യുധിഷ്ഠിരന്റെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞു. കൂടാരത്തിനുള്ളിൽ മൗനം നിറഞ്ഞു. ഭീഷ്മയ്ക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അയാളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടന്നു, ധർമ്മവും സ്നേഹവും തമ്മിൽ. അയാളുടെ കണ്ണുകളിലൂടെ പഴയ ഓർമ്മകൾ ഒഴുകി. കുട്ടികളായിരുന്ന പാണ്ഡവരെ അയാൾ കണ്ടു. പിന്നെ കുരുക്ഷേത്രത്തിലെ രക്തപ്പുഴയും അയാളുടെ കണ്ണിൽ തെളിഞ്ഞു. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള സംശയം അയാളിൽ വന്നു. അയാൾ ഇരുന്നു, എന്തോ ആലോചിക്കുവാൻ തുടങ്ങി. ശേഷം ഭീഷ്മ പാണ്ഡവരെ നോക്കി. കുരുവംശത്തിന്റെ ഭാവി ഓരോരുത്തരിലും അയാൾ കണ്ടു. യുദ്ധം ചെയ്യുമ്പോഴുള്ള എൻ്റെ പ്രധാന മാനസിക സമ്മർദ്ദവും ഇതുതന്നെയാണ്. എന്നെപ്പോലെ ഒരാൾ നിങ്ങളുടെ കൂടെയില്ല. ഇതാണ് വിധി. ഒരു വിധത്തിൽ നോക്കിയാൽ ഞാൻ കാരണം നിങ്ങൾക്ക് ലഭിക്കുന്നത് അനീതി തന്നെയാണ്. പക്ഷേ എനിക്ക് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുവാൻ സാധിക്കുമോ? അത് ധർമ്മമാണോ? അയാൾ അവരെ നോക്കി, ഓരോരുത്തരുടെയും കണ്ണുകളിലേക്ക് നോക്കി. ഒടുവിൽ അയാൾ ശബ്ദമടക്കിയത് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ പണ്ട് മുതലേ ശപഥം ചെയ്ത ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് നേരെ ഞാൻ ആയുധം ഉയർത്തില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഏക വഴി. പക്ഷേ ആർക്ക് വധിക്കാൻ കഴിയും? ആളെ നിങ്ങൾ നോക്കിവെച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് കഴിയില്ല പിതാമഹ. പക്ഷേ അത് ചെയ്യാമെന്നൊരാൾ ഏറ്റിട്ടുണ്ട്. അങ്ങേക്ക് അറിയാം ആളെ. ദ്രുപദന്റെ പുത്രി. വിധിയുടെ വിളയാട്ടം എത്ര ക്രൂരമാണെന്ന് ആ സമയം അദ്ദേഹത്തിന് തോന്നി. ദ്രുപദൻ ഒരു മകൾ ഉണ്ടായിരുന്നു. ആ സമയം ആയുധമുറകളോട് വളരെയധികം താല്പര്യമുള്ള ഒരു കുട്ടിയായിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ അവൾ പരിശീലനം ആരംഭിച്ചു. പക്ഷേ അവളും മാതാപിതാക്കളും പുറം ലോകത്തെ അറിയിക്കാതെ സൂക്ഷിക്കുന്ന ഒരു രഹസ്യമുണ്ടായിരുന്നു. വർഷങ്ങൾ മുൻപോട്ട് പോയി. അവൾ വിവാഹപ്രായമായി. താല്പര്യമില്ലാതെ കൂടി ദ്രുപദൻ ആ വിവാഹം നടത്തി. എന്നാൽ വിവാഹശേഷം കാര്യങ്ങൾ കുഴഞ്ഞുമറിഞ്ഞു. വർഷങ്ങളായി അവൾ സൂക്ഷിച്ച രഹസ്യം പുറത്തുവന്നു. ദ്രുപദന്റെ മകൾ പൂർണ്ണമായും സ്ത്രീയല്ല. വർഷങ്ങൾക്ക് ശേഷം ഭീഷ്മ ദ്രുപദനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സമയമായിരുന്നു അത്. മുൻപിൽ അയാളുടെ മകളുണ്ടായിരുന്നു. എന്നാൽ ഭീഷ്മയ്ക്കതിഷ്ടമായില്ല. ഞാൻ സാധാരണ പുരുഷന്മാരുമായിട്ട് മാത്രമേ യുദ്ധം ചെയ്യൂ. ഇനി അത്യാവശ്യമാണെങ്കിൽ സ്ത്രീകളായിട്ട് ചെയ്യാം. പക്ഷെ ഒരിക്കലും രണ്ടിലും പെടാത്ത ഒരാളുമായി ഭീഷ്മ യുദ്ധം ചെയ്യില്ല. അന്ന് തന്റെ മനസ്സ് നൊന്ത് ആ യുദ്ധക്കളത്തിൽ നിന്നും അവൾ ഇറങ്ങി. കണ്ടു നിന്ന വിരാടന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. നാണക്കേട് കാരണം അവൾ നാടുവിട്ടു. പിന്നീടുള്ള അവളുടെ ജീവിതം കാട്ടിലായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ തന്റെ ശത്രുവിനെ ഒരു നിമിഷം പോലും മറക്കരുതെന്ന വാശി അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നൽകിയ പേര് അവൾ മാറ്റി. ശത്രു തന്ന ആ പേര് അവൾ സ്വയം വിളിക്കാൻ ആരംഭിച്ചു.